ഈ മൊഡ്യൂളിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ഓഫ് ബ്രോക്കൺ എന്ന് പറഞ്ഞുള്ള ഒരു ഇൻസ്റ്റഗ്രാം പോയം, അതിൻ്റെ ഇൻട്രോ ആണ്. അതൊരു കളക്ഷൻ ആക്കിയിട്ട് അതിൻ്റെ ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു RH സിൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തിന് ഒരു അക്കൗണ്ടിലായിട്ടാണ് അദ്ദേഹം കുറേ അധികം എഴുത്തുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനാണ്. ആ കളക്ഷൻ്റെ ഇൻട്രോ ആണ്. ഓക്കെ, അതിലൊക്കെ ഒത്തിരി അധികം പോംസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ആ കളക്ഷൻ്റെ ഇൻട്രോ ആണ് നിങ്ങൾക്ക് സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ പോയത്തിലേക്ക് പോവാം. ഈ പോം മെയിനായിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് എന്താണോ നമ്മുടെ വീക്ക്നെസ്സസ് ഉള്ളത് അതിനെ നമ്മുടെ സ്ട്രെങ്ത് ആക്കി അങ്ങനെയുള്ള ഘട്ടങ്ങളെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ട്രാൻസ്ഫോർമേഷനെ ആണ് എന്താ പറയുന്നത് ഈ പോയത്തിൽ, ഈ ഒരു ഇൻട്രോയിൽ സിൻ ഡിസ്കസ് ചെയ്യുന്നത്. I took my expectations and buried them all at the bottom of the sea because I alone was never brave enough to dive that deep. ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ, പ്രതീക്ഷകളെയൊക്കെ, അതായത് ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ സാധിക്കും, ഇങ്ങനെ പറ്റും, അങ്ങനെയുള്ള ആലോചനകളെയൊക്കെ എടുത്തിട്ട് ഞാൻ കടലിൻ്റെ അടിത്തട്ടിൽ കുഴിച്ചു മൂടി. കാരണം എനിക്ക് അത്രയും ആഴത്തിൽ ഇറങ്ങി ചെന്ന് അതിനു വേണ്ടി നോക്കാൻ, അല്ലെങ്കിൽ അതിനെ തിരഞ്ഞു പോകാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു എന്നാണ് ലിറ്ററൽ മീനിങ് പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നമ്മൾ സാധാരണ പറയും എക്സ്പെക്റ്റേഷൻസ് കൂടുന്തോറുമാണ് നമുക്ക് എന്താ പറയുന്നത് വേദന ഉണ്ടാവുക എന്ന് പറയും. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷെ അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരും. നമുക്കതൊരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കും, വിഷമം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ടായിരിക്കാം കവി പറയുന്നത് എന്താണ്, ഞാൻ എൻ്റെ അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസിനൊക്കെ ഞാൻ കുഴിച്ചു മൂടി. എവിടെ കുഴിച്ചു മൂടി? കടലിൽ, അടിത്തട്ടിൽ ഞാൻ കുഴിച്ചു മൂടി. അപ്പോൾ ഈ കടൽ എന്നുള്ളത് ഇവിടെ ശരിക്കും നമ്മളെ എന്താ സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഇമോഷൻസിൻ്റെ ഒരു ആഴമാണ്, നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു ഇമോഷണൽ ഡെപ്താണ്. അത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് നേരിടാനുള്ള ശക്തി അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ മാറ്റി വയ്ക്കും. ചില കാര്യങ്ങളെ ഒന്നും നമുക്ക് മെൻ്റലി നേരിടാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ എന്താ പറയുക ബറി ചെയ്തിടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ എന്താ പറയുക നേരിട്ട് അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു വൾണറബിലിറ്റീനെ, ആ ഒരു എന്താ പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ, അങ്ങനെ തോറ്റു പോകുമോ എന്നുള്ള ആ ഒരു ഭയത്തിനെയൊക്കെയാണ് ആ വരികളിലൂടെ കാണിക്കുന്നത്. I took my pain, the anguish, and turned it into power. I found more of myself in the loneliest hours. ഞാൻ എൻ്റെ ആവലാതികളെ, എൻ്റെ വേദനകളെ, എൻ്റെ പ്രശ്നങ്ങളെയൊക്കെ എടുത്തിട്ട് അതെൻ്റെ ശക്തിയാക്കി മാറ്റി. ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാതെ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ അതെല്ലാം എടുത്ത് എൻ്റെ വീക്ക്നെസ്സുകളെയെല്ലാം ഞാൻ എൻ്റെ സ്ട്രെങ്താക്കി മാറ്റി. അതായത് എൻ്റെ പെയിനും എൻ്റെ സഫറിങ്ങും എല്ലാം എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ ശക്തിയായിട്ട് മാറി. പിന്നെ എന്താ ഉണ്ടായത്? ഐ ഫൗണ്ട് മോർ ഓഫ് മൈസെൽഫ് ഇൻ ദ ലോൺലിയസ്റ്റ് ഓഫ് അവേഴ്സ്. ഞാൻ ഏറ്റവും ഒറ്റയ്ക്ക് തനിച്ചായ സമയങ്ങളിൽ ഞാൻ എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കി. ഒരു സെൽഫ് ഡിസ്കവറി ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രോത്ത് സംഭവിച്ചു. ഞാൻ വളരാൻ തുടങ്ങി. ഇങ്ങനെ മെൻ്റലി, ഇമോഷണലി ഒക്കെ ഞാൻ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സോളിറ്റ്യൂഡ്, ആ ഒറ്റപ്പെടലിൽ നിന്ന് ഞാൻ നല്ല കാര്യങ്ങൾ, സാധാരണ നമ്മൾ ഒറ്റപ്പെടലിനെ ഒരു എന്താ പറയുന്നത് നെഗറ്റീവ് ഫീലോടെയാണ് പറയാറ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ, ആ ഒറ്റപ്പെടലിൽ നിന്നാണ് ഞാൻ എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വളരാൻ സാധിച്ചു. എന്താ പറയുന്നത്, അപ്പോൾ കഷ്ടപ്പാടിൽ നിന്നാണ് ഉയർച്ച ഉണ്ടാവുന്നത്, കൂടുതൽ നമുക്ക് ബലം, നമുക്ക് സ്ട്രെങ്ത് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. I used my tears to create rivers for my boat. On disappointment and betrayal, I float. അതായത് എൻ്റെ കണ്ണീര് എന്ന് പറഞ്ഞാൽ കണ്ണീര് എന്തിനാണ് കാണിക്കുന്നത്? വിഷമത്തെയാണ് കാണിക്കുന്നത്, സോറോ. അതാണ് എൻ്റെ മുന്നോട്ട് പോകാനുള്ള എനിക്ക് വേണ്ടി അടിത്തറയിട്ട് തന്നത് ആ കണ്ണീരാണ്. ആ കണ്ണീരിൽ ഞാൻ എന്താ പറയുന്നത് എൻ്റെ ഒരു ബോട്ടിന് വേണ്ടിയിട്ട് ആ കണ്ണീര് കൊണ്ട് ഞാനൊരു നദി തീർത്തു, ഒരു റിവർ തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളെ, എൻ്റെ വിഷമങ്ങളെ
എന്താ പറയുന്നത് അതിനെ അടിത്തറയാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. നിരാശയുണ്ടായിട്ടും ഞാൻ ചതി നേരിട്ടിട്ടും എന്താ പറയുന്നത് അതൊക്കെ ഉണ്ടായിട്ടും എൻ്റെ കണ്ണീരിൽ അതൊക്കെ കാരണം ഞാൻ കണ്ണീര് പൊഴിച്ചെങ്കിലും ആ കണ്ണീരിൽ തന്നെ അടിത്തറ ഇട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് കുതിച്ചു, മുന്നോട്ട് പോയി. അതിനെയാണ് ഐ ഫ്ലോട്ട്. ഞാൻ മുങ്ങിപ്പോയില്ല, ഞാൻ ഒഴുകി, ഞാൻ മുന്നോട്ടാണ് ഒഴുകിയത്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷനാണ്, നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെ നിൽക്കാതെ ഞാൻ മുന്നോട്ട് തന്നെ തുഴഞ്ഞ് നീങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. I took your absence as a sign to move on. Now the melody has changed and I sing a new song. അപ്പോൾ ഈ സ്റ്റാൻസിലാണ് ആദ്യമായിട്ട് ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നത് കവി. ഇത്രയും നേരം ജനറലായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ആർക്കോ വേണ്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആരോടോ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ കവി പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയോട് എന്താ പറയുന്നത്, മോസ്റ്റ് പ്രോബബ്ലി അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിയോടായിരിക്കാം. ഐ ടുക്ക് യുവർ ആബ്സെൻസ് ആസ് എ സൈൻ ടു മൂവ് ഓൺ. നിൻ്റെ ഇല്ലായ്മ, അതായത് നീ ഇല്ലാത്ത ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എനിക്ക് അങ്ങനെ നീ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് വീണ്ടും എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. നൗ ദ മെലഡി ഹാസ് ചേഞ്ച്ഡ് ആൻഡ് ഐ സിങ് എ ന്യൂ സോങ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി, പുതിയ പെർസ്പെക്റ്റീവ്സ് വന്നു, ഞാൻ പുതിയൊരു ചാപ്റ്റർ തുറന്നു. അതുകൊണ്ട് തന്നെ മെലഡി ഹാസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻസ് മാറി. ആൻഡ് ഐ സിങ് എ ന്യൂ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഹീലിങ്ങിലാണ്, ഞാൻ എൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുറന്നു, ഞാൻ വീണ്ടും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. മൈ ഹാർട്ട് ബ്രോക്കൺ ബ്ലൂ, മൈ മൈൻഡ് സ്പ്ലിറ്റ് ഇൻ ടു ടു ആൻഡ് യെറ്റ് ഐ ഗെയിൻ പീസ് അറ്റ് ദ ലോസ് ഓഫ് യു. അതായത് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനെ ആയിരിക്കണം കാണിക്കുന്നത്. കാരണം മൈ ഹാർട്ട് വാസ് ബ്രോക്കൺ എന്നാണ് കാണിക്കുന്നത്. എൻ്റെ ഹാർട്ട്, എൻ്റെ മൈൻഡ് വാസ് സ്പ്ലിറ്റ് ഇൻ ടു ടു. അതായത് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്ന ഇമോഷണലി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇമോഷണലായിട്ടുള്ള ആ ഒരു നഷ്ടം, ആ ഒരു ഡിവസ്റ്റേഷനാണ് പറയുന്നത്. പക്ഷേ എന്നിട്ടും ആ ഒരു പെയിൻ ഉണ്ടായിട്ട് പോലും എന്താ പറയുന്നത്, ഈ ഹാർട്ട് ബ്രേക്കിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ നഷ്ടപ്പെടുന്നതിന് ശേഷം ഞാൻ പീസ്, എനിക്ക് സമാധാനം എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞു, സമാധാനം എന്നുള്ളത് എനിക്ക് കിട്ടി. അപ്പോൾ അത് പറഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ചാൽ ആ റിലേഷൻഷിപ്പ് ആക്ച്വലി ഹാംഫുൾ ആയിരുന്നു. കാരണം ആ ബ്രേക്കപ്പിന് ശേഷം, ബ്രേക്കപ്പ് ആയ സമയത്ത് ഒരു വേദന ഉണ്ടായെങ്കിൽ പോലും പിന്നീട് എന്താ പറയുന്നത് പീസ് ഉണ്ടായി, ഞാൻ പീസ് ഗെയിൻ ചെയ്തു എന്നാണ് കവി പറയുന്നത്. ഐ ടുക്ക് ദ ഹാർട്ട് ഏക്ക് ആൻഡ് ലേൺഡ് എ ലെസൺ. ഐ ബിഗൻ ആഫ്റ്റർ വി എൻറ്റർഡ്, യു ലിവിങ് വാസ് മൈ ബ്ലെസ്സിങ്. ഹാർട്ട് ഏക്ക്, അതായത് ആ ഒരു ബന്ധം നിന്ന് പോയപ്പോൾ ഉണ്ടായ ആ ഹൃദയത്തിനുണ്ടായ മുറിവും വേദനയും, അതായത് അയാൾക്ക് ഇമോഷണലി മെൻ്റലി ഉണ്ടായ ആ ഒരു സ്കാറ്, ആ വേദന അയാൾ ഒരു ലെസണായി എടുത്തു, അയാളൊരു പാഠമായിട്ടെടുത്ത് മുന്നോട്ട് വീണ്ടും പോകാൻ തുടങ്ങി. അതായത് ഒരു ഹാർട്ട് ഏക്ക് ഒരു ടീച്ചറായിരുന്നു അദ്ദേഹത്തിന്. അയാളെ അത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമായിരുന്നു അയാൾക്ക്. ആൻഡ് ദ ഡിപ്പാർച്ചർ ഓഫ് ദ അതർ പേഴ്സൺ, അതായത് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആൾ വിട്ടുപോയി എന്നുള്ളത് ആക്ച്വലി ഒരു അനുഗ്രഹമായിട്ടാണ് ശരിക്കും അത് കാണേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പോയതിന് ശേഷമാണ് പേഴ്സണലി കവിക്കൊരു ഗ്രോത്ത് ഉണ്ടായത്, അതുപോലെ തന്നെ ഒരു ഫ്രീഡം, അതുപോലെ തന്നെ പീസൊക്കെ ഉണ്ടായി വന്നത്. അപ്പം ഈ ഇൻട്രോയിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഇമോഷണലി മെൻ്റലി ഒക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ എല്ലാത്തിനെയും തന്നെ നമ്മൾ അത് സ്ട്രെങ്തായി മാറ്റി ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിക്കണം, മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കണം. എന്ത് വലിയ വേദനകളാണെങ്കിലും അത് നമുക്ക് നമ്മുടെ എന്താ പറയുക സ്ട്രെങ്താക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളൊരു ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്താ പറയുക മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കവിതയാണ് ഇത്.